കാപ്പിൽമേക്ക് മഹാത്മജി സ്മാരക ഗ്രന്ഥശാലയുടെയും തേവലപ്പുറം ഗവൺമെന്റ് LP സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു. കായംകുളം നഗരസഭാ കൗൺസിലർ ബിദു രാഘവൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം കാപ്പിൽമേക്ക് മഹാത്മജി സ്മാരക ഗ്രന്ഥശാലയുടെയും തേവലപ്പുറം ഗവൺമെന്റ് LP സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച PN പണിക്കരുടെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് മഹാത്മജി സ്മാരക ഗ്രന്ഥശാലയിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഗ്രന്ഥശാല പ്രസിഡന്റ് K. വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച യോഗം കായംകുളം നഗരസഭാ കൗൺസിലർ ബിദു രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാംസ്കാരിക കേരളം വായനാ ദിനമായിട്ട് ആചരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും പരിപാടികൾ നടന്നു വരികയാണ്. നിങ്ങളെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് അധ്യാപകർ നിങ്ങളെ ഈ ഗ്രന്ഥശാലയിലേക്ക് കൊണ്ടുവന്ന് ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി അതുവഴി നിങ്ങളുടെ വായനാബോധം വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നതിലെ പല കുഞ്ഞുങ്ങളും ചിലര് കവിത നല്ലപോലെ പാടുന്നുണ്ട്, ചിലര് കവിത, ചിലര് പിന്നെ ഇത് പ്രസംഗം, ഒന്ന് രണ്ട് വാക്കുകളിലാണെങ്കിലും പ്രസംഗിക്കും കാര്യങ്ങൾ വായനാദിനത്തെ പറ്റി. അപ്പം നിങ്ങൾക്കെല്ലാം ഇതേക്കുറിച്ച് വളരെയധികം അറിവുകൾ ഉണ്ട്. എനിക്ക് പിന്നെ അധ്യാപകരോടൊപ്പം പ്രധാന ഒരു കാര്യം പറയാൻ പറ്റുന്ന പുസ്തകങ്ങളെ ഒരു പീരീഡിലോ ഒരു അരമണിക്കൂർ ആരെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് ഒരേ പേജ് വെച്ച് വായിക്കുന്നവർ കേട്ടിരുന്നു. അങ്ങനെ കുറേ പുസ്തകങ്ങളും കൂടെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഗവൺമെൻറ് അധ്യാപകർ തയ്യാറാവണമെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഒരേ ദിവസവും ഒരേ മാസം കൊണ്ടൊരു പുസ്തകം തീരത്തക്ക രീതിയിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഈ പുസ്തകങ്ങൾ ഒരേ പുസ്തകങ്ങളും നമ്മുടെ കുഞ്ഞിൻ്റെ മാറ്റിയ ഉൾപ്പെടെ ഉള്ളവരുടെ കുറേ പുസ്തകങ്ങൾ കൊണ്ട് ഇവരെ പരിചയപ്പെടുത്തുക. ഇവർ പുസ്തകം വായിക്കത്തില്ല, അത് നമുക്കറിയാമല്ലോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കളിയുടെ ലോകത്തേക്കും മറ്റ് ലോകത്തേക്കും അവർ പോകുന്നുള്ളതുകൊണ്ട് ഈ സ്കൂൾ ടൈമിൽ തന്നെ ഒരു സമയം അത് ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരേ പുസ്തകം തീരുമ്പോൾ അടുത്തൊരു പുസ്തകം എടുക്കും. അങ്ങനെ ഒരാൾ വായിച്ചു കൊടുക്കുക, ബാക്കിയുള്ളവർ കേട്ട് അവിടെ ഇരിക്കുക. അങ്ങനെ മാറി മാറി ഒരു വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അവരെല്ലാം തയ്യാറാണ്. പുസ്തകങ്ങൾ, അതിൻ്റെ കഥകളും കവിതകളും മറ്റേ ചെറുകഥകൾ, അങ്ങനെയുള്ള വിവിധ മേഖലകൾ ഇതിലേക്ക് അവരെയും കൂടെ കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കും. ചെറുപ്പത്തിൽ തന്നെ വായനാശീലവും തന്നെ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കും. അത്തരത്തിൽ വായിച്ചു വളരണം. നമുക്ക് ആവശ്യത്തിന് അറിവും ബോധവും ഉണ്ടാകും. അതിന് ഓരോ കഴിയുന്നത്ര സമയം എടുത്ത് നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഒരു മണിക്കൂർ അരമണിക്കൂർ ഇഷ്ടമുള്ള അതേ ബുക്കുകൾ കഥകളിലാണ് കവിതകളാണ്. ഇത് നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും പുസ്തകങ്ങൾ ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട്. അത് നമുക്ക് താല്പര്യമുള്ള പുസ്തകങ്ങൾക്ക് വായിച്ച് വായനാശീലം വളർത്തുകയാണ്. ഒരു ദിവസമായിട്ട് മാറ്റങ്ങളൊക്കെ ഒരു മാസമായിട്ട് മാറ്റങ്ങളൊക്കെ ജീവിതത്തിലൊക്കെ അത് വായിച്ച് ഗ്രന്ഥശാല സെക്രട്ടറി VN ജ്യോതിഷ്ലാൽ, സ്കൂൾ ഹെഡ് മിസ്റ്റർ സനിത V, ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലതാകുമാരി, അധ്യാപകരായ ഷീന തഹിർ, ഡാനിയൽ മാത്യു, പ്രീതി ബിജു, SMC അംഗങ്ങളായ വിദ്യ, ബിജി, മഞ്ജു, അനുപ്രിയ, അനുപ്രമോദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും അവരുടെ കവിതകളും കഥകളും അവതരിപ്പിക്കുകയും ചെയ്തു. ചടങ്ങുകൾക്ക് ഗ്രന്ഥശാല ലൈബ്രറിയൻ ബിന്ദു L നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.